ഹലോ, ഓൺ ദ ഗോ വിത്ത് ജിജീസിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായല്ലോ അല്ലേ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഒരു യാത്ര പോവുകയാണ്. ഇപ്രാവശ്യം പോകുന്നത് ആഫ്രിക്കയിലേക്കാണ്. ഇത് ആഫ്രിക്കയിലേക്ക് എൻ്റെ സെക്കൻഡ് വിസിറ്റാണ്. ആദ്യം മൗറിഷ്യസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ പോകുന്നത് റുവാണ്ടയ്ക്കാണ്. റുവാണ്ടൻ്റെ ക്യാപിറ്റൽ കിഗാലി. റുവാണ്ട എന്ന് പറയുന്നത് ഒരു ഈസ്റ്റേൺ ആഫ്രിക്കൻ കൺട്രിയാണ്. ഇപ്പോൾ രാജുവേട്ടൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. സമയം രാത്രി 12:45. ഞാൻ എല്ലാം കഴിഞ്ഞ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ജിമ്മിക്കുട്ടൻ അവൻ്റെ വക ഇൻസ്പെക്ഷനാണ്. അവൻ്റെ വിചാരം ആ പെട്ടിയിൽ അവന് ട്രീറ്റ്സ് ഉണ്ടെന്ന്. യൂഷ്വലി ഞാൻ ട്രീറ്റ്സ് കൊണ്ടുവരും. പെട്ടി തുറന്ന ട്രീറ്റാണല്ലോ കൊടുക്കുക. അപ്പോൾ അവൻ ആ ട്രീറ്റ് തപ്പി നടക്കുകയാണ് കേട്ടോ. അവനെ വിട്ടു പോകുന്നതിന് നല്ല സങ്കടമുണ്ട്. ഇപ്പം 1 മണിയാകുമ്പോഴേക്കും ഡ്രൈവർ എത്തും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടി ലോക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ 1 മണിയായപ്പോഴേക്കും ഞങ്ങളുടെ ഡ്രൈവർ വസീം വന്നു. അങ്ങനെ പെട്ടിയൊക്കെ എടുത്ത് വെച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുലർച്ചെ 3:55 ഖത്താർ എയർവേസിനാണ് അതിൻ്റെ ഫ്ലൈറ്റ്. അപ്പം എങ്ങനെയാണ് റൂട്ടെന്ന് പറഞ്ഞാൽ കാലിക്കറ്റിൽ നിന്ന് നേരെ ദോഹയിലൊരു 2 hour ബ്രേക്കാണ്. അത് കഴിഞ്ഞ് ദോഹയിൽ നിന്ന് കിഗാലി മീൻസ് റുവാണ്ടൻ്റെ ക്യാപിറ്റലാണത്. 5 hours 30 minutes ആണ് ദോഹ ടു കിഗാലി ഫ്ലൈയിങ് ടൈം. ഒരു 1:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ 1:30 1:45 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എയർപോർട്ടിലെത്തി. രാത്രി ആയത് കാരണം ട്രാഫിക് ഒട്ടും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നെത്തി. പക്ഷേ എയർപോർട്ടിൽ നല്ല ബിസി ആയിരുന്നു. യാത്രക്കാർ വരുന്നതും പോകുന്നതും അറിയാമല്ലോ, എയർപോർട്ട് എപ്പോഴും തിരക്ക് തന്നെയാണ്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ട്രോളിയൊക്കെ എടുത്ത് അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നേരെ ചെക്കിനിലേക്കാണ്. അച്ഛനോട് അമ്മയോടൊക്കെ ബായ് പറഞ്ഞു. ഞാൻ എൻ്റെ ബോർഡിംഗ് പാസ്സൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഉള്ളിൽ കയറി. അവിടുന്ന് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. ഇനി നേരെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക്, അത് കഴിഞ്ഞ് ഗേറ്റിൽ പോയി ഇരിക്കണം. വലിയ റഷൊന്നും എയർലൈൻസിൽ ഉണ്ടായിരുന്നില്ല, ഖത്താർ എയർവേസിൻ്റെ കൗണ്ടറിലുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനിത് ഗേറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഓൾ ഗുഡ്. പിന്നെ കാലിക്കറ്റ് എയർപോർട്ട് ഒരു ഡൾ എയർപോർട്ടാണ്. അവിടെ കാര്യമായിട്ടൊരു ഷോപ്സും കാര്യങ്ങളും ഒന്നുമില്ല. കൊച്ചി പോലെ അങ്ങനെ ഒരു വലിയ എയർപോർട്ടൊന്നും അല്ല. അപ്പം ഗേറ്റ് നമ്പർ 2 ആണ്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ് ഫ്ലൈറ്റിന്. ക്രൂ ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. The weather en route is forecast to be good, but as always, I strongly advise, even when the seatbelt signs are switched on, keep them fastened just in case we encounter any unexpected turbulence. Weather in Doha, clear skies, calm winds, the sun will be rising, temperature is going to be around 24. ഫ്ലൈറ്റിൽ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഇതിൽ എൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ബാക്കിൽ സീറ്റൊക്കെ ഒഴിവായിരുന്നു. ആകെ ഒരു ഫാമിലി ആയിരുന്നു ആ ഇതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ. ഇപ്പം ടൈം പുലർച്ചെ 4 മണിയായി. എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ബിസിനസ് ക്ലാസ് ട്രാവൽ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും
എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു നാരോ ബോഡി A320 ആയിരുന്നു ഖത്താറിന്ന് ദോഹ, കാലിക്കറ്റ് ടു ഖത്താർ ദോഹ. ഫ്ലൈറ്റ് ബിസിനസ് ക്ലാസ് വാസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. ഒരു പ്രീമിയം ഇക്കോണമീൻ്റെത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ വളരെ കുറവായിരുന്നു, മിനിമം ആയിരുന്നു. ഫുഡും വളരെ മിനിമം ഫുഡ്, 3 ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ബിസിനസ് ക്ലാസ്സിൻ്റെതൊന്നും അതിലുണ്ടായിരുന്നില്ല. അങ്ങനെ റൈറ്റ് ടൈമിൽ ടേക്ക് ഓഫാണ് കേട്ടോ. ഇതൊക്കെ ടേക്ക് ഓഫിൻ്റെ ഭാഗമാണ്, ഞാൻ ജസ്റ്റ് എടുത്തുവെന്നേ ഉള്ളൂ. പുറത്ത് നല്ല ഇരുടല്ലേ, അതുകൊണ്ട് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് എടുത്തു എന്ന് മാത്രം. ടേക്ക് ഓഫാണ്, റൺവേ കൂടെ ടാക്സിയിങ് ആണ്. എനിക്ക് എപ്പോഴും ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആ സ്പീഡ് ഇങ്ങനെ കൂടുന്നത് അറിയാൻ പറ്റും, നമ്മൾ ആ ടേക്ക് ഓഫിൻ്റെ ഇത് ഇൻറ്റൻസിറ്റി. അങ്ങനെ കയറി ടേക്ക് ഓഫായി, ഫ്ലൈറ്റ് പൊങ്ങി കേട്ടോ. ഞാൻ എൻജിൻ്റെ അടുത്തുള്ള സീറ്റിലായിരുന്നു ഇരുന്നത്, അത് കാരണം ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള എൻ്റെ റെക്കോർഡിംഗ് ഒക്കെ എൻജിൻ്റെ സൗണ്ട് ഇങ്ങനെ ഭയങ്കര ക്ലിയർ ആയിട്ട് കേൾക്കാം കേട്ടോ. ഭയങ്കര ഒരു സൗണ്ടായിരുന്നു അത്. അങ്ങനത്തെ നമ്മൾ ആകാശത്താണ്, താഴെ കാലിക്കറ്റ് ടൗണാണ്. ടേക്ക് ഓഫ് ചെയ്തപ്പം എനിക്ക് നമ്മളുടെ പുതിയ ഹൈവേ എല്ലാം കാണാൻ പറ്റിയിരുന്നു കേട്ടോ. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിരുന്നു ഹൈവേ. ഈ കാണുന്നതാണ് കേട്ടോ ഹൈവേ. കറക്റ്റ്, ഇതാണ് ഹൈവേ, നമ്മളുടെ ഹൈവേ ആണത്. ഇനിയിപ്പോൾ നേരെ ഓഷ്യനിലേക്കാണ് അത് പോകുന്നത്. ഗോവ വഴി നേരെ അത് ഒമാൻ മസ്കറ്റിലേക്ക് പോകും. പിന്നെ അവിടുന്ന് യു എയിന്ന് അടുത്ത അബുദാബി മേലെ കൂടെ പറന്ന് നേരെ ദോഹയിലേക്ക് ലാൻഡ് ചെയ്യും. അതാണ് റൂട്ട്. ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ അത് ഓഷ്യനിലൂടെയാണ് പോകുന്നത്. കടലിലൂടെ കടന്ന് നേരെ അത് മസ്കറ്റിലേക്ക് പോകും. അപ്പോൾ ഇതതിൻ്റെ മാപ്പാണ്. ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഫുഡ് സെർവ് ചെയ്യണം അവർക്ക്. അപ്പം ഫുഡ് സെർവ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ആദ്യം. അതിന് ഈ എന്താ പറയുക, നട്ട്സും ഗ്രീക്ക് യോഗേർട്ടും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സംഭവം. പിന്നെ ഒരു കപ്പാച്ചിനോ ഞാൻ ഓർഡർ ചെയ്തു. ക്രൊസോണും പിന്നെ ഒരു ബ്രെഡുമാണ്, ഒരു റോളാണത്. അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. കപ്പാച്ചിനോ വാസ് ഓക്കെ, നത്തിങ് ഗ്രേറ്റ്. ക്രൊസോൺ വാസ് ഗുഡ്. ഇത് കൊള്ളായിരുന്നു, ഗ്രീക്ക് യോഗേർട്ട് കൊള്ളായിരുന്നു. പിന്നെ 4 മണിയായത് കാരണം എനിക്ക് ഓറഞ്ച് ജ്യൂസ് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ജ്യൂസസ് അവൈലബിൾ ആയിരുന്നു. എന്നാലും ഒരു ഫുൾ ബിസിനസ് ക്ലാസ്സിൻ്റെ ഫെസിലിറ്റി ആയിട്ട് ഇല്ലതാണ്, ഒരു പ്രീമിയം ഇക്കോണമി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുഴുവനൊന്നും കഴിക്കാൻ പറ്റിയില്ല, ജസ്റ്റ് കുറച്ചൊക്കെ കഴിച്ചു. It was good, it was okay. It was not bad, it was good. ഹസാണും നോട്ട് ബാഡ്, നല്ലതായിരുന്നു. അടുത്തൊന്നും ആളില്ലാത്തത് കാരണം നമുക്ക് സ്വസ്ഥമായിട്ടും സുഖമായിട്ടും കഴിക്കാനൊക്കെ പറ്റി. ഹോട്ട് ചോക്ലേറ്റ് കപ്പാച്ചിനോ കൊള്ളിലായിരുന്നു. അതത്ര തിക്കൊന്നും അല്ലായിരുന്നു, ക്രീമി ഒന്നും അല്ലായിരുന്നു.
ഇത് ആക്ച്വലി സ്റ്റാർട്ടറാണ്. ഇനി മെയിൻ കോഴ്സ് വേറെ വരും. ഡെസേർട്ടിന് ഞാനൊന്നും ഓർഡർ ചെയ്തില്ല. മെയിൻ കോഴ്സ് വന്നിട്ടുള്ളത് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു മെയിൻ കോഴ്സ് ആയിരുന്നു. എന്തിനാ ഓർഡർ ചെയ്തതെന്നായിപ്പോയി. കീമ, പറാഠ, ചോളെ, ഒരു കബാബ് ഓർ കട്ട്ലറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. കീമ വാസ് ഗുഡ് കേട്ടോ, നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. കീമ വാസ് റിയലി ഗുഡ്. പക്ഷേ ആ പൊറോട്ടയും കീമയൊന്നും പുലർച്ചെ 4 മണിക്കൊന്നും കഴിക്കാൻ എനിക്ക് തീരെ പറ്റാത്തതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. നല്ല ഓയിലുണ്ടായിരുന്നു പൊറോട്ടയിൽ. ഫുഡ് വാസ് ഗുഡ്, നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഞാനൊന്ന് വാഷ്റൂമിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചു. ബിസിനസ് ക്ലാസ് വാഷ്റൂം എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും ഇക്കോണമിയിൽ നിന്നൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓൾ ദ സെയിം ട്ടോ. അവിടെ ഒരു ഡിപ്റ്റിക്യൂൻ്റെ ഒരു മോയ്സ്ചറൈസർ, ഫേസ് ലോഷൻ, ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ടായിരുന്നു. ഇക്കോണമീൻ്റെ സെയിം വാഷ്റൂം തന്നെയായിരുന്നു, ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ അതൊക്കെ ഉണ്ടായിരുന്നു. നീറ്റായിരുന്നു വാഷ്റൂംസൊക്കെ. പിന്നെ വന്നിട്ടുള്ളത് സൈഡിലൊക്കെ ഫേഷ്യൽ ടിഷ്യൂസ് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതെടുത്ത് നമുക്ക് മുഖം തുടയ്ക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് അവിടെ നമുക്ക് ഷേവിങ് കിറ്റ്, ആളുകൾക്ക് വേണമെങ്കിൽ ഷേവ് ചെയ്യാം. ഫ്ലൈറ്റിൽ നിന്ന് ലാൻഡ് ചെയ്ത് ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഷേവ് ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇത് നാപ്കിൻ ചേഞ്ചിൻ്റെ ട്രേ ആണിത്. നമുക്ക് ചെറിയ കുട്ടികളെ അതിൻ്റെ മുകളിൽ കിടത്തിയിട്ട് നാപ്പീസ് ചേഞ്ച് ചെയ്യാം. ഞാൻ കുറേ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ലോങ് ഹോൾ ഫ്ലൈറ്റ്, കാനഡയ്ക്കുള്ള ലോങ് ഹോൾ ഫ്ലൈറ്റിൽ മക്കളൊക്കെ ചെറുതായിരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ഈ നാപ്കിൻസ് ഇതിൽ ചേഞ്ച് ചെയ്യുമായിരുന്നു. വലിയ ബുദ്ധിമുട്ടായിരുന്നു അന്നൊക്കെ ട്രാവൽ. ഒരു ഫുൾ ലെങ്ത്ത് മിറർ ഉണ്ടായിരുന്നു. ഇത് കപ്പാണ് കേട്ടോ. നമുക്ക് കപ്പ്, ഗ്ലാസ് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. ഇത് ബ്രഷ് കിറ്റാണ്. ഗ്ലാസിൻ്റെ ഫെസിലിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് കിടക്കാൻ റെഡിയായിട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് ട്രാഷ് ക്യാൻ. അതിലാണ് നമ്മൾ ഗാർബേജ് ഇടുന്നത്. അങ്ങനെ തിരിച്ചു വന്നു. ഇതൊരു പില്ലോ, ഇതാണ് നമ്മളുടെ ബ്ലാങ്കറ്റ്. നല്ല ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പില്ലോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സീറ്റ് നല്ല റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നൊരു സീറ്റാണ് ബിസിനസ് ക്ലാസ്സിൻ്റെത്. അപ്പം നന്നായിട്ട് നമുക്ക് മാക്സിമം റിക്ലൈൻ ചെയ്യാം. ഹെഡ് റിക്ലൈൻ സെപ്പറേറ്റ് ഉണ്ട്, ലെഗ് വേറെ ഉണ്ട്, മൊത്തമായിട്ട് റിക്ലൈൻ ചെയ്യുന്നതും വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ നന്നായി റിക്ലൈൻ ചെയ്ത് ബ്ലാങ്കറ്റൊക്കെ നമുക്ക് കവർ ചെയ്ത് നല്ല സുഖമായിട്ട് ഞാൻ നല്ല ഒരു സോളിഡ് 2 hours നന്നായിട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ ഇതിപ്പോൾ രാവിലെ ആകുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. ഇത് എനിക്കൊന്ന് വീഡിയോയിൽ അത്ര ഭംഗിയില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇത് കാണാൻ നല്ലതായിരുന്നു. അത് ആ ഓറഞ്ച് കളറും ഡോണാണ്, ഏർലി മോർണിംഗ്. നല്ലൊരു വ്യൂ ആയിരുന്നു അത്. ബ്യൂട്ടിഫുൾ കളർ. അങ്ങനെ ഡിസെൻറ്റ് തുടങ്ങി. അബുദാബി എത്തി, ടച്ച് ചെയ്ത് അപ്പം തന്നെ നമുക്ക് ദോഹയ്ക്കുള്ള ഡിസെൻറ്റായി. അപ്പം ഡിസെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെൽ ലിറ്റ്, നല്ല എന്താ പറയുക, ബ്രൈറ്റായിരുന്നു ഡിസെൻറ്റ്. ഈ ഫ്ലൈറ്റിൻ്റെ എൻജിൻ്റെ ശബ്ദം വല്ലാതെ ഉണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ വീഡിയോയിൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും.
അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡിംഗ് ആണ്. ലാൻഡ് ടച്ച് ചെയ്തു, ഗ്രൗണ്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ദോഹയിൽ ലാൻഡ് ചെയ്തു. സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു കേട്ടോ. ഈവൻ ടേക്ക് ഓഫും സ്മൂത്തായിരുന്നു, ലാൻഡിങ്ങും സ്മൂത്തായിരുന്നു. ഫ്ലൈറ്റ് ത്രൂ ഔട്ട് നല്ല സ്മൂത്ത് ഫ്ലൈറ്റായിരുന്നു. ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ടർബ്യുലൻസും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരൊറ്റ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തത് ഒരു ഔട്ടറിലായിരുന്നു. അത് ഖത്താർ എയർവേസ് ഇത്രയും വലിയൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും ആണ്, അതുകൊണ്ടേ നമ്മളെ നിർത്തിയത് ഒരു ഔട്ടറിലാണ്. വളരെ ദൂരെയായിരുന്നു, മെയിൻ എയർപോർട്ടിൻ്റെ അടുത്തൊന്നും അല്ലായിരുന്നു അത്. അങ്ങനെ പഴയ കാലത്തെ പോലെ തന്നെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി, ഹാൻഡ് ബാഗേജൊക്കെ കയ്യിലെടുത്തു, സ്റ്റെപ്പൊക്കെ പിടിച്ച് ഇറങ്ങി, ബസ് കയറി. പണ്ട് കാലിക്കറ്റ് എയർപോർട്ടിലുള്ളതുപോലെ ബസ്സൊക്കെ കയറി വേണം ടെർമിനലിലേക്ക് പോകാൻ. അതെനിക്ക് വളരെ ഇതായിട്ട് തോന്നി, ഇത്രയൊരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്. അതൊക്കെ അതെ, അതൊരു സുഖമില്ലാത്തൊരു ഇതായിട്ട് തോന്നിയത്. അങ്ങനെ ഇതേ ബസ്സൊക്കെ പിടിച്ച് നമ്മൾ മെയിൻ ടെർമിനലിലേക്ക് പോവുകയാണ്. ഈ ട്രിപ്പിന് ഞാനൊരു റേറ്റിംഗ് 6/10 കൊടുക്കുന്നുള്ളൂ. ബിക്കോസ് എനിക്ക് ആ ഇറങ്ങുമ്പോഴുള്ള സ്റ്റെപ്പ് ഇറങ്ങുന്നതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ബസ്സൊക്കെ അടിപൊളിയാണ്, പക്ഷേ വളരെ ദൂരെയായിപ്പോയി ഫ്ലൈറ്റ് പാർക്ക് ചെയ്തത്. ഫ്ലൈറ്റിൽ നിന്ന് നന്നായി ഉറങ്ങിയത് കാരണം എനിക്ക് അങ്ങനെ ഉറക്കത്തിൻ്റെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ദോഹയിൽ ടൈം അറൗണ്ട് 7 o'clock ആണെന്ന് തോന്നുന്നു. സോറി, 7 o'clock അല്ല, 6 o'clock. ബിക്കോസ് എനിക്ക് 2 hours അവിടെ ഗ്യാപ്പ് ഉണ്ട്. നെക്സ്റ്റ് ഫ്ലൈറ്റിന് 8:20 എനിക്ക് കിഗാലിക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ, ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അതുവരേക്കും എല്ലാവർക്കും